നമസ്കാരം, ഞാൻ ജംഷിലാണ്. നമ്മൾ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കാവുന്ന വലിയൊരു ആഗ്രഹമാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു വീട് വയ്ക്കുക എന്നുള്ളത്. എന്നാൽ പലപ്പോഴും നമ്മൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് വീട് വെക്കുന്ന ടൈമിൽ അതിന് സെക്യൂരിറ്റിക്ക് പലപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കൊടുക്കുകയാണെങ്കിൽ തന്നെയും വീടിന് ചുറ്റും ഒരു 4 ക്യാമറ വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും സുരക്ഷിതമായി എന്നുള്ളതാണ് എല്ലാവരുടെയും വിചാരം. എന്നാൽ ഇന്നത്തെ പല രീതിയിലുള്ള ടെക്നോളജിക്ക് അനുസൃതമായിട്ട് നമുക്ക് ലോകത്തിൻ്റെ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും വീട്ടിനകത്തുള്ളവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് നമ്മുടെ പേരൻസിനോ ഫാമിലി മെമ്പേഴ്സിനോ കുട്ടികളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വീടിനകത്തുള്ള ഡിവൈസുകളെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ നമുക്ക് പല രീതിയിലുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ട്. പലപ്പോഴും നമ്മളൊരു കോടി രൂപയുടെ വീട് വയ്ക്കുമ്പോൾ അതിനകത്ത് 2-3% മാത്രം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടും പലപ്പോഴും അവയർനെസ് ഇല്ലാതെയോ ഇല്ലെങ്കിൽ പലപ്പോഴും ആരും ശ്രദ്ധിക്കാതെയോ പോകാറുണ്ട്. സോ ഇന്ന് നമ്മൾ നിൽക്കുന്ന റീസെൻ്റ്ലി നമ്മൾ ചെയ്തൊരു പ്രോജക്റ്റ് ഒരു ക്ലയൻറ്റിൻ്റെ വീട്ടിലാണ്. ഇവിടെ നമ്മൾ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് 1 by 1 ആയിട്ടൊന്ന് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഈ വീടിൻ്റെ ഗേറ്റ് ഓട്ടോമേഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓട്ടോമേഷൻ ചെയ്യുന്നത് നമുക്കറിയാം. ഗേറ്റ് വീടിൻ്റെ പുറത്തോട്ട് നമ്മൾ പോകുന്ന ടൈമിൽ പലപ്പോഴും ഗേറ്റ് തുറന്നതിന് ശേഷം കാറിൽ കയറി വണ്ടി പുറത്തിറക്കി വീണ്ടും നമ്മൾ അകത്തോട്ട് കയറി മാനുവലി ഗേറ്റ് ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് റിസ്ക് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പലപ്പോഴും ടേണിംഗ് ആയിട്ടുള്ള റോഡിലോ അല്ലെങ്കിൽ റഷ് ആയിട്ടുള്ള ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടും ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ അതിന് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സിംപ്ലിഫൈ ആയിട്ട് നമുക്ക് വീട്ടിലോട്ട് വരുന്ന ടൈമിൽ കാറിനകത്തിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള സ്വിച്ചസ് ഉപയോഗിച്ച് വേണമെങ്കിൽ റിമോട്ട് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യാം. മാനുവലി വേണമെന്നുണ്ടെങ്കിൽ വീടിനകത്തിരുന്നുകൊണ്ട് വേണമെങ്കിലും നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. നോർമലി ഒരു വീടിൻ്റെ എൻട്രി പലപ്പോഴും കോളിംഗ് ബെല്ലായിരിക്കാം. പക്ഷേ നമ്മൾ ഈ കോളിംഗ് ബെല്ല് അടിച്ച് കഴിഞ്ഞാൽ വരുന്ന ആളുടെ ഐഡൻറ്റിറ്റി പൂർണ്ണമായിട്ട് നമുക്ക് അറിയണമെന്നില്ല. എന്നാൽ അതിന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് എന്ന് പറയുന്നത് വീഡിയോ ഡോർ ഫോൺ പോലുള്ള എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലോട്ടൊരു വിസിറ്റർ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ആ ബട്ടൺ ഇവിടെ ഈ വീഡിയോ ഡോർ ഫോണിൻ്റെ ഔട്ട്ഡോർ യൂണിറ്റാണ് ഇവിടെ കാണുന്നത്. ഈ ബട്ടണിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്തിരുന്നുകൊണ്ട് പുറത്തിരിക്കുന്ന ആൾ ആരാണെന്നുള്ളത് അവരുമായിട്ട് കണ്ടുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസാണ് ഇതിലുള്ളത്. ഇപ്പോൾ നമ്മുടെ ക്ലയൻറ്റിൻ്റെ വീട്ടിലാണ് നമുക്ക് നിൽക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ബെല്ല് ചെയ്ത് നോക്കാം. ക്ലയൻറ്റുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം അകത്തോട്ട് നമുക്ക് എൻട്രി കിട്ടുമോ നോക്കാം. ഓക്കെ, ഹലോ മാം, ജംഷിലാണേ. ഡോർ ഒന്ന് ഓപ്പൺ ചെയ്യാവോ? ഓക്കെ ഓക്കെ, താങ്ക് യു മാം. വീട്ടിൽ നമ്മൾ ക്യാമറ എത്രയൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ നമുക്ക് വരുന്നതാണ് ഈ ഡോർ സെൻസർ എന്ന് പറയുന്നത്. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ആരെങ്കിലും വീട്ടിൽ ഡോർ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിലോട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ അലാറമായിട്ടും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സൈറൺ നമുക്ക് അലാറമായിട്ടും അത് പ്രവർത്തിക്കും. സോ അന്നേരം നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻട്രൂഷൻസ് നമ്മുടെ വീട്ടിലോട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എടുത്തറിയാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഇത്തരത്തിലുള്ള സെൻസേഴ്സ്. ഇത്തരത്തിൽ പെർമിഷൻ ഇല്ലാതെ ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ സൈറൺ ഇതേപോലെ മുഴങ്ങുകയും നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ മൊബൈലിലോട്ട് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വരും കൂടെ ചെയ്യുന്നതായിരിക്കും. വീട്ടിൽ വിസിറ്റർ വരുന്ന ടൈമിൽ നമ്മൾ ഔട്ട്ഡോർ യൂണിറ്റിൽ കോളിംഗ് ബെൽ പ്രസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഇൻഡോർ യൂണിറ്റിൽ ഇത്തരത്തിലായിരിക്കും വരുന്നുണ്ടാവും. സോ ആ വരുന്ന വിസിറ്ററിൻ്റെ വിഷ്വൽ നമുക്കിവിടെ കാണാൻ അതുപോലെ തന്നെ അവരുമായിട്ട് 2-way കമ്മ്യൂണിക്കേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ അവർക്ക് പെർമിഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് വിഷ്വൽ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് വന്നിരിക്കണമെന്ന് അറിയാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഡോറിൻ്റെ ഓപ്പൺ സ്വിച്ച് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവർക്ക് എൻട്രി ഓപ്പൺ ആവുന്നതായിരിക്കും. ഇത് നമ്മളിപ്പോൾ ഇവിടെ കേട്ടത് സൈറൻ അടിച്ചൊരു സൗണ്ടാണ്. ആക്ച്വലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വീടിനകത്തോട്ട് ആരെങ്കിലും വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാസ്റ്റർ സ്വിച്ച് ആക്റ്റീവ് ആവുകയും അതിനകത്ത് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ലൈറ്റസ് എക്സ്റ്റീരിയറിൽ വരുന്ന ലൈറ്റസും ഇൻറ്റീരിയറിലുള്ളതും ഓട്ടോമാറ്റിക്കലി ഓണാവുകയും ഈ ബസറിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാനും പറ്റും. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫീച്ചേഴ്സാണിത്. നമ്മുടെ മൊബൈലിനകത്ത് നമുക്ക് സിംപ്ലി ഇത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ഓപ്പറേഷൻസ് കാണിച്ചു തരാം. മാസ്റ്റർ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി ലൈറ്റ് അണയും. ഇത് ഓണാക്കുന്ന ടൈമിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റസ് എല്ലാം നമുക്ക് ഓണാകും. ഇതൊക്കെ യൂസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇപ്പം നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ ആരെങ്കിലും വരുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം തോന്നിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഓണാക്കാനും ഓഫാക്കാനും ഇത് പറ്റും.
അടുത്ത് നമുക്ക് വീടിനകത്ത് വെക്കാൻ പറ്റുന്ന ഒരു 360 ടൈപ്പ് ക്യാമറയാണ്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്രോഡുള്ള ക്ലയൻസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ പുറത്തിരുന്നുകൊണ്ട് മൊബൈലിൽ അവർക്ക് കാണാനും 2-വേ കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഈസിയസ്റ്റ് മെത്തേഡാണ് ഈ 360 ക്യാമറ എന്നുള്ളത്. മാത്രമല്ല നമ്മുടെ പെർമിഷൻ ഇല്ലാതെ വീട്ടിലാരെങ്കിലും വരികയോ അല്ലെങ്കിൽ വീട്ടിനകത്ത് തന്നെ നമുക്ക് കുട്ടികളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മൂവ്മെൻറ്റ്സും കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ് നമുക്ക് എന്തെങ്കിലും അലേർട്ട് വേണമെങ്കിലും ഇത്തരത്തിലുള്ള ക്യാമറയിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ അത് നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് റൈറ്റ് ടൈം നമ്മുടെ മൊബൈലിൽ നമുക്ക് മെസ്സേജായിട്ട് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ഒരു ക്ലയൻറ്റ് പറഞ്ഞത് അവരുടെ വീട്ടിനകത്തുള്ള പെറ്റുമായിട്ട് വരെ കമാൻഡ് ചെയ്ത് രസകരമായിട്ടുള്ള പല കാഴ്ചകളും നമുക്ക് ചില സാഹചര്യങ്ങളിൽ അവരിൽ നിന്നുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പല രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ക്യാമറയാണ് ഈ 360 ക്യാമറ എന്ന് പറയുന്നത്. ജംഷൽ ആദ്യം മുതൽ തന്നെ ഇതിൽ ഇൻവോൾവ് ആയിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്തു. ബേസിക്കലി എൻ്റെ ഹസ്ബൻഡുമായിട്ട് എല്ലാം രീതിയിൽ പുള്ളിയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും നോക്കിയിരുന്നത്. ഏതൊക്കെ ഫീച്ചേഴ്സ് വേണമെന്നും എങ്ങനെയൊക്കെ ഇത് കൊണ്ടുവരണമെന്നും ഒക്കെ ഉള്ള ഒരു തോട്ട് അവിടെ നിന്നാണ് തുടങ്ങിയത്. അതിനെ ജംഷൽ നല്ലതായിട്ട് കോർഡിനേറ്റ് ചെയ്തു. വീട് വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഒരു വലിയ കൺസേൺ ആയിരുന്നു. അപ്പോൾ സെക്യൂരിറ്റിയെ പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ട് ഒരു നബീലയാണ് നമുക്ക് ഇങ്ങനെ സൈബർ ബൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ടെന്നും അങ്ങനെ ജംഷൽ എന്ന് പറയുന്ന ആളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡാണ് ഈ സെക്യൂരിറ്റിയുടെ മൊത്തം കാര്യങ്ങളും ഏറ്റെടുത്തത്. പുള്ളിക്ക് വളരെ ക്ലിയർ ആയിട്ടൊരു പിക്ചർ ഉണ്ടായിരുന്നു ഇത് എങ്ങനെ വേണം എന്നൊക്കെ. പക്ഷേ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് എല്ലാം ജംഷലാണ് സജസ്റ്റ് ചെയ്തതും ഏത് രീതിയിൽ വേണമെന്ന് കോർഡിനേറ്റ് ചെയ്തതും. അപ്പോൾ ആദ്യം മുതലേ സൈബർ ബൈറ്റ്സ് ജംഷൽ ഇൻവോൾവ് ആയിരുന്നു എല്ലാത്തിലും. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ കുറച്ച് നാളായി താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും എന്തെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ച് പറയും. പുള്ളി അത് പ്രോപ്പറായിട്ട് അഡ്രസ്സ് ചെയ്യും. അപ്പോൾ തന്നെ ആൾ വരും, ടെക്നീഷ്യൻസ് വരും. എല്ലാ ഹെൽപ്പും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.